ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 3 ആണ്. ഇൻ സെർച്ച് ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അതിൻ്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റസ് എസെറ്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ദ ക്രസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓൺ ദി എർത്ത് ഫോർ മാൻ. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ എക്സാമ്പിൾസ്. ക്രസ്റ്റ് അല്ലേ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെയറാണ്, ഒരു കവറിങ് ആണ്. മനുഷ്യന് അത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, ആ ഒരു സെൻറ്റൻസിനെ നിങ്ങളോട് എക്സാമ്പിൾ വെച്ചിട്ട് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? ക്രസ്റ്റ് എന്താണെന്ന് എഴുതും, ക്രസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് എങ്ങനെയൊക്കെയാണ് അത് യൂസ്ഫുൾ എന്നുള്ള 2-3 എക്സാമ്പിളും കൊടുക്കും. ഓക്കെ. ക്രസ്റ്റ് ഈസ് എ കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്. ദിസ് ഷെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്. It is comprised of variety of minerals which are very important to mankind. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഔട്ടർമോസ്റ്റ് കവറിങ് ആണ് അല്ലേ. എർത്ത് എന്ന് പറഞ്ഞ ഒരു ബോൾ പോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ബോളിൽ നമുക്ക് കാണാവുന്ന ആ പുറമേയുള്ള കവറിങ്ങിനെയാണ് എന്തെന്ന് പറയുക? നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ മാൻഡിൽ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കോറ് വരുന്നുണ്ട്, അറിയാം നമ്മൾക്ക്. ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു തിൻ കവറിങ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ തിൻ കവറിങ്, ആ ചെറിയൊരു കവറിങ് അല്ലെങ്കിൽ ആ കട്ടിയില്ലാത്ത കവറിങ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കോറിനേക്കാളും മാൻഡിലിനേക്കാളും അതിന് കട്ടി കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും അതിന് എത്ര സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ടെന്ന് പറയുന്നത്? 40 കിലോമീറ്റർ വരെ തിക്നെസ് വരുന്നുണ്ട് എന്ന് പറയുന്നു. ഈ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കില്ല കേട്ടോ തിക്നെസ്. പലയിടത്തും പല തിക്നെസ് ആവും വരിക. ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് വെറൈറ്റി ഓഫ് മിനറൽസ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മാൻകൈൻഡ്. ഒരു മനുഷ്യരാശിക്ക് വേണ്ട പലതരം മിനറൽസും നമ്മൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ക്രസ്റ്റിൽ നിന്നാണ്, ഈ ഔട്ടർ കവറിങ്ങിൽ നിന്നാണ്. നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സോയില്, റോക്സ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ക്രസ്റ്റിൽ വരുന്നത്. നമ്മൾ ഈ നടക്കുന്ന മണ്ണിനെയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ക്രസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇനി ക്രസ്റ്റിൻ്റെ യൂസേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രസ്റ്റ് പ്രൊവൈഡ്സ് എ സോയിൽ എസെൻഷ്യൽ ഫോർ കൾട്ടിവേഷൻ. നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാനും നമുക്ക് ഫാമിംഗ് ചെയ്യാനും വേണ്ട സോയിൽ, മണ്ണാരാ നമുക്ക് തരുന്നത്? ആ ഔട്ടർമോസ്റ്റ് കവറിങ് ഉള്ളത് കാരണമല്ലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ മണ്ണ് തരുന്നത്. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? മോർ ദാൻ 80% ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ എക്കണോമി, സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ആർ ഓഫ് മിനറൽ ഒറിജിൻ. നമ്മൾ ഉപയോഗിക്കുന്ന 80%-ലും കൂടുതലുമുള്ള റോ മെറ്റീരിയൽസ് അതെന്ത് ഒറിജിനാണെന്ന് പറയുന്നത്? മിനറൽ ഒറിജിനാണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷനിൽ, അതുപോലെ തന്നെ ജ്വല്ലറിയിൽ, ബിൽഡിങ്സിൽ ഒക്കെ നമ്മൾ മെറ്റൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പലതരം മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ മെറ്റൽസൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ മെറ്റൽസൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് ഈ മിനറൽസിൽ നിന്നാണ് അല്ലേ. ഈ ക്രസ്റ്റിൽ വരുന്ന ഈ മിനറൽസിൽ നിന്നാണ് നമുക്ക് എല്ലാതും കിട്ടുന്നത്. ഈവൻ നമ്മുടെ മെഡിസിനിൽ പോലും ഈ മിനറൽസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ എക്കണോമിക്കും നമ്മുടെ എൻവയോൺമെൻറ്റിനും ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. തേർഡ് വൺ എന്താ? The existence and development of mankind, their development and destruction depends upon protection of crust. നമ്മുടെ മാൻകൈൻഡിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽപ്പും അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മുന്നോട്ടുള്ള ഗ്രോത്തും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത് എന്തിൻ്റെ മുകളിലാണെന്നാണ് പറയുന്നത്? നമ്മൾ ക്രസ്റ്റിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരിക. ഓക്കെ. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് വൺ എന്താ? ഐഡൻറ്റിഫൈ ദ റോക്ക് ബൈ റീഡിങ് ദ ക്ലൂസ്. ഗിവ് 1 എക്സാമ്പിൾ ടു ഈച്ച്. കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണ് ആ റോക്സ് എന്ന്. ഫോം ബൈ ലിത്തിഫിക്കേഷൻ ഓഫ് റോക്കി ഡെബ്രിസ് ഡെപ്പോസിറ്റഡ് ഇൻ ലോവർ റീജിയൻസ്. ലിത്തിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ്സ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ഓഫ് ലൂസ് സെഡിമെൻറ്റ്സ് ഇൻ ടു എ റോക്ക്. ലിത്തിഫിക്കേഷനിലൂടെ, അതായത് ആ ലൂസ് ഗ്രെയിൻസ് ഒക്കെ കൂടിയിട്ട് പുതിയൊരു സ്റ്റോൺ ഉണ്ടാക്കുകയാണ്. അതെങ്ങനത്തെ ഏതാണ് ആ റോക്സ് എന്ന് പറഞ്ഞാൽ? അതാണ് സെഡിമെൻ്ററി റോക്സ് അല്ലേ. എക്സാമ്പിൾ ഏതെഴുതാം? നമുക്ക് സാൻഡ് സ്റ്റോൺ എഴുതാം.
ഫോം ബൈ സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ റോക്ക് മെറ്റീരിയൽസ്. മോൾട്ടൻ റോക്ക് മെറ്റീരിയൽസിൻ്റെ സോളിഡിഫിക്കേഷൻ കൊണ്ട്, ഘനീഭവിക്കൽ കൊണ്ടുണ്ടാക്കുന്ന റോക്സ് ഏതാ? ഇഗ്നിയസ് റോക്സ് ആണ്. എക്സാമ്പിൾ നമുക്ക് എഴുതാം, ബസാൾട്ട് എഴുതാം. നെക്സ്റ്റ് എന്താ? ദ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ കോസസ് വെതറിംഗ് ഓഫ് റോക്സ് ഓൺ ദി എർത്ത് സർഫേസ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് വെതറിംഗ്. നമ്മുടെ റെയിൻ വാട്ടറിലുള്ള കാർബൺ ഡയോക്സൈഡ് റോക്സിൻ്റെ വെതറിങ്ങിന് കാരണമാവുന്നു. എന്താണ് ആ വെതറിംഗ് എന്നാണ് പറയുന്നത്? ദിസ് വേർ ദ റോക്സ് ഡിസെൻറ്റിഗ്രേറ്റ് ഓർ ഡീകമ്പോസ് ഈസ് നോൺ ആസ് വെതറിംഗ്. അല്ലേ, റോക്സ് ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുക, ആ റോക്കിന് വരുന്ന ചേഞ്ചാണ്. കാലം പൂന്തോറും ആ റോക്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെതറിംഗ് എന്ന് പറയുക. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് വെതറിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന വെതറിങ്ങിനെ നമ്മൾ ഏത് വെതറിംഗ് എന്ന് പറയുക? കെമിക്കൽ വെതറിങ്ങിലാണ് പറയുക. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ അതൊക്കെ മിനറൽസുമായി റിയാക്ട് ചെയ്തിട്ട് അതിൽ എന്തുണ്ടാവും? അതുകൊണ്ട് ആ റോക്സിന് കെമിക്കലായിട്ടുള്ള ഡീകമ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് കെമിക്കൽ വെതറിംഗ്. The rock debris formed by weathering is transformed into soil by a lengthy process. Explain the process. നമ്മുടെ മണ്ണുണ്ടാകുന്ന പ്രോസസ്സ്, വെതറിങ്ങിലൂടെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. Okay, the soil is formed by prolonged process like weathering of rocks and decomposition of organic matter. It is estimated that more than 1000 of years is required for the formation of an inch thick layer of soil. Rock debris എന്ന് പറഞ്ഞാൽ എന്താ? കല്ലിൻ്റെ പൊടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോക്ക് ഡെബ്രിസ് എന്ന് പറയുന്നത്. സോയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, മണ്ണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോസസ്സാണ്. ഓക്കെ, പറയുന്നത് ഈ മണ്ണുണ്ടാവാൻ വേണ്ടിയിട്ട് 1000 വർഷത്തിന് മുകളിൽ വരും 1 ഇഞ്ച് തിക്ക് ലെയർ. ഓക്കെ, സോയിൽ ഈസ് ഫോം ബൈ ദ പ്രൊലോങ് പ്രോസസ്സ്. സോയിൽ ഉണ്ടാവുക, മണ്ണുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? വെതറിങ്ങിലൂടെയും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനിലൂടെയും. ഈ കല്ലുകൾക്ക് സംഭവിക്കുന്ന ഡീകമ്പോസിഷനാണ് നമ്മൾ എന്തെന്ന് പറയുക? വെതറിംഗ് എന്ന് പറയുക. അപ്പോൾ കല്ലുകളിൽ നിന്ന് വരുന്ന തരികളിൽ നിന്നും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ, ഓർഗാനിക് മണ്ണിൽ അരിഞ്ഞു പോകുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓർഗാനിക് മാറ്റർ എന്ന് പറയുക. അങ്ങനെ ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനിലൂടെയും ആണ് സോയിൽ ഉണ്ടാവുന്നത്, മണ്ണുണ്ടാവുന്നത്. ഒരു 1 ഇഞ്ച് തിക്കായിട്ടുള്ള ഒരു മണ്ണിൻ്റെ ലെയർ ഉണ്ടാവണമെങ്കിൽ എത്ര വർഷം വേണമെന്നാണ് പറയുന്നത്? 1000 വർഷം വരെ വേണം 1 ഇഞ്ച് തിക്കുള്ള സോയിൽ നമ്മുടെ ക്രസ്റ്റിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ കല്ലിൻ്റെ പൊടി ശരിക്കും നമ്മളുടെ മണ്ണായി മാറാൻ വേണ്ടി ഏതൊക്കെ പ്രോസസ്സാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ പ്രോസസ്സ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് വെതറിംഗ് ഓഫ് റോക്സും അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്ററിലൂടെയുമാണ് എന്തുണ്ടാവുന്നത്? ഈ സോയിൽ ഉണ്ടാവുന്നത്. ആ സോയിൽ 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാവില്ല. ഒരു ഇഞ്ച് കനത്തിലുള്ള ഒരു ലെയർ ഉണ്ടാവണമെങ്കിൽ 1000 വർഷം വരെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? ഹ്യൂമൻ സ്ലോലി കിൽ ദ സോയിൽ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫറൻസസ്. ഇത് ഈ ക്വസ്റ്റ്യൻ പഠിക്കണമെന്നില്ല, നിങ്ങൾക്കറിയാം അല്ലേ എങ്ങനെയൊക്കെയാണ് സോയിലിന്, മണ്ണിന് ഹാനികൾ സംഭവിക്കുന്നത്. നമ്മൾ വേസ്റ്റ് വാട്ടർ നമ്മൾ മണ്ണിലേക്ക് വിടുന്നുണ്ട് അല്ലേ? ഫാക്ടറീസിൽ നിന്നായാലും വീടുകളിൽ നിന്നായാലും എല്ലാ തരത്തിലുള്ള വേസ്റ്റ് വാട്ടറും എല്ലാ വേസ്റ്റും നമ്മൾ കൊണ്ടിടുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ മണ്ണിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് ഒരിക്കലും ഡീകമ്പോസ് ആവില്ല. എത്ര വർഷം കഴിഞ്ഞാലും അത് കെടുക്കുന്നത് പോലെ തന്നെയാണ് മണ്ണിൽ കെടുക്കുക. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയാം. മൂന്നാമത്തെ കാര്യം നമുക്ക് എന്ത് പറയാം? ഫാമിംഗ് മെത്തേഡ്സ് അല്ലേ. നമ്മൾ പലതരത്തിലെ അഗ്രികൾച്ചർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ശരിയായ രീതിയല്ല. നമുക്ക് തൽക്കാലം ഒരു പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുമെങ്കിലും അവസാനം അത് മണ്ണിന് എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഹാനി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതിക്കൂടെ? അതൊക്കെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഞാൻ എഴുതിയിട്ടുള്ളൊന്ന് വായിക്കാം. Humans pollute the environment in all ways. The excessive use of plastics which do not decompose in the soil cause major harm. The large-scale construction and mining destroys the soil. Usage of chemical fertilizers kill the soil. Deforestation increases the soil erosion rates. Overgrazing destroys natural vegetation. Drainage of wastewater from the factories also harm the soil. Unscientific ways of farming also harm the soil.
അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യത്തേൽ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് ഒരു കാരണമാണ്. രണ്ടാമത്തെ ലൈനിൽ പറയുന്നുണ്ട് കൂടുതലായിട്ടുള്ള ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് അല്ലേ, ബിൽഡിങ്ങുകൾ പണിത് കൂട്ടുന്നു. അതുപോലെ തന്നെ ക്വാറിയും മൈനിങ്ങും അല്ലേ, കല്ല് പൊട്ടിക്കുന്നതും ഒക്കെ നടക്കുന്നുണ്ട്. മണ്ണിൽ ഖനനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സോയിലിനെ മണ്ണിനെ മലിനമാക്കുന്നുണ്ട്. തേർഡ് എന്താ പറയുന്നത്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല. പിന്നെ പറയുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്, അത് സോയിൽ ഇറോഷൻ മണ്ണിടിച്ചിലിന് കാരണമാവാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഓവർ ഗ്രേസിങ്. ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേയാൻ വിടുക, ആടുകളെയും പശുക്കളെയൊക്കെ മേയാൻ വിടുന്നില്ലേ, അത് കൂടുതലായി കഴിഞ്ഞാലും എന്താണ് നാച്ചുറൽ വെജിറ്റേഷനെ അത് ഇല്ലാണ്ടാക്കും. പിന്നെ പറയുന്നത് എന്താ? വേസ്റ്റ് വാട്ടർ. ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറൊക്കെ നമ്മൾ മണ്ണിലേക്ക് വിടുന്നുണ്ട്, അത് മണ്ണിനെ മലിനമാക്കുന്നുണ്ട്. അൺസയൻറ്റിഫിക് വേസ് ഓഫ് ഫാമിങ്. നമ്മൾ ഫാമിങ് ചെയ്യുമ്പോൾ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പലതരം കീടനാശിനികളും അതുപോലെ തന്നെ പലതരം ഫെർട്ടിലൈസറുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്തിനാണ്? നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലല്ലെങ്കിൽ അല്ലേ, ഒരളവിനും കൂടുതൽ ഏതെങ്കിലും നൈട്രേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അംശമോ ആ ഭൂമിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭൂമി അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഭൂമിക്ക് കേടാണല്ലേ. അപ്പോൾ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സോയിലിന് ഹാനികൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 5 ആൻസറാണ്. ഇനി ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഫോമാറ്റിൽ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ ഈ ടെക്സ്റ്റിലെ ഈ ലെസണിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ വീഡിയോ ആയിട്ടിടാം. ഓക്കെ, താങ്ക് യു.